സോൺ പ്ലേറ്റ്. ബുധനാഴ്ച ഒപ്റ്റിക്സ് ആണ് ഡിഗ്രിക്ക് ഉള്ള ഒപ്റ്റിക്സ്. അത് ജോമെട്രിക് ഒപ്റ്റിക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെട്രിക്സ് ഒപ്റ്റിക്സ് വേവ് തിയറി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് എല്ലാ വെനസ്ഡേസിലും ചർച്ച ചെയ്യും. നമുക്ക് സോൺ പ്ലേറ്റ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഫ്രെനൽസ് തിയറി, സോൺ തിയറി, അത് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തു. അത് മനസ്സിലാക്കിയവർക്ക് ഈ സോൺ പ്ലേറ്റ് ഉൾക്കൊള്ളാനാവും. നമുക്കറിയാം ഹൈജൻസ് പ്രിൻസിപ്പിൾ ഓഫ് സെക്കൻഡറി വേവ്സ്. അതിന് വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. പക്ഷേ അതിനെ ബേസ് ചെയ്താണ് സോൺ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സോൺ തിയറി ഉപയോഗിച്ചാണ് സോൺ പ്ലേറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഡിവൈസ് ഒരു ലെൻസിൻ്റെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ ചർച്ച ചെയ്യുന്ന പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് റിസൾട്ട്. അപ്പോൾ സോൺ പ്ലേറ്റ് ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യും, പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമുക്ക് സോൺ പ്ലേറ്റ് എന്താണെന്നൊന്ന് കാണാം. സോൺ തിയറി നമ്മൾ കണ്ടത് ഒരു സോൺ സർക്കിളിൻ്റെ റേഡിയസ്, എന്ത് സർക്കിളിൻ്റെ റേഡിയസ് RN = സ്ക്വയർ റൂട്ട് ഓഫ് n ലാംഡ d. ഡിയും ലാംഡയും, ഡി എന്ന് പറഞ്ഞാൽ ആ വേവ് ഫ്രണ്ടിൽ നിന്നും നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അതിന് സോൺ പാരാമീറ്റർ എന്ന് പറയും. ഈ ലാംഡ ഡി കോൺസ്റ്റൻ്റ് എന്നിരിക്കട്ടെ കെ, എങ്കിൽ RN = k × റൂട്ട് ഓഫ് n. അതായത് റേഡിയസ് ഓഫ് എ സോൺ സർക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ നാച്ചുറൽ നമ്പർ ഇൻറ്റീജർ. നമുക്ക് പ്രകാരം ടേക്ക് k = 1. അങ്ങനെ RN = റൂട്ട് n. അപ്പം നമ്മൾ ഈ സോൺ പ്ലേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, പെർഫെക്റ്റ് വൈറ്റായിട്ടുള്ള ഒരു കാർഡ്ബോർഡിൽ കുറേ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് √1 അല്ലെ 1 സെൻറ്റിമീറ്റർ എന്നിരിക്കട്ടെ. അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് √2 സെൻറ്റിമീറ്റർ. അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് √3 സെൻറ്റിമീറ്റർ, √4, √5. ഈ റേഡിയസുകളുള്ള കുറേ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുക ആ കാർഡ്ബോർഡിൽ. എന്നിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റ് ഏരിയകൾ ബ്ലാക്കൻ ചെയ്യുക. ഒന്നുകിൽ 1, 3, 5, 7 ഇങ്ങനെയുള്ള അനുലാർ ഏരിയാസ്, അല്ലെങ്കിൽ 2, 4, 6 ഇങ്ങനെയുള്ള അനുലാർ ഏരിയാസ് ഡാർക്ക് ആക്കുക, ബ്ലാക്കൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു റെഡ്യൂസ്ഡ് ഫോട്ടോഗ്രാഫ് എടുക്കുക. ആ ഫോട്ടോഗ്രാഫാണ് സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡാർക്കൻ ചെയ്യുന്നതനുസരിച്ച് 2 തരം സോൺ പ്ലേറ്റ് കിട്ടാം. ഇന്നർമോസ്റ്റ് സർക്കിൾ അല്ലെ ഫസ്റ്റ് സോൺ ട്രാൻസ്പെറൻറ്റ്, ഫസ്റ്റ്, തേർഡ്, 1, 2, 1, 3, 5 ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് സോൺസ് ട്രാൻസ്പെറൻ്റ് ആകുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതിനെ പോസിറ്റീവ് സോൺ പ്ലേറ്റ് എന്ന് വിളിക്കും. അതേ സ്ഥാനത്ത് 2, 4, 6 എക്സെട്ര ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, അതിനെ നെഗറ്റീവ് സോൺ പ്ലേറ്റ് എന്ന് വിളിക്കും. ഇനി നമുക്കിതിൻ്റെ ആക്ഷൻ ഒന്ന് ചർച്ച ചെയ്യണം. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് സോൺ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പോൾ ഫസ്റ്റ് സെൻട്രൽ സർക്കിള് അല്ലെ ഫസ്റ്റ് സോണ് ട്രാൻസ്പെറൻ്റ്, അതിൻ്റെ റേഡിയസ് R1 എന്നിരിക്കട്ടെ. P1 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്, D1 അകലത്തിലുള്ള ഒരു പോയിൻ്റ്. ഇതൊരു പാരലൽ ബീം ഓഫ് ലൈറ്റ്, ലാംഡ വേവ് ലെങ്ത് ഉള്ള അല്ലെ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ P1 ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുക. ഈ വേവ് ഫ്രണ്ട് സോൺ പ്ലേറ്റിൻ്റെ ബാക്കിൽ വന്ന് ടച്ച് ചെയ്യുന്ന മോമെൻറ്റിലെ കേസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. P1നെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ സോൺസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞു. ഇത് കോൺസെൻട്രിക് സർക്കിൾസ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ വേവ് ഫ്രണ്ടിനെ നമ്മൾ സോൺസായിട്ട്, ഹാഫ് പീരീഡ് സോൺസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് പല രീതികൾ സംഭവിക്കാം. ഈ P1 എന്ന് പറയുന്ന പൊസിഷനെ ബേസ് ചെയ്ത് ഇതിൽ സോൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ സോണും
ഈ സോൺ പ്ലേറ്റിലെ സർക്കുലർ ഏരിയയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതിരിക്കട്ടെ. അപ്പോൾ അതായത് ഫസ്റ്റ് സോണിൻ്റെ ഏരിയ എല്ലാ സോണിനും ഈക്വൽ ഏരിയ. ഇപ്പോൾ ഫസ്റ്റ് സെൻട്രൽ സോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ πr1² സോൺ പ്ലേറ്റിൻ്റെ ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് പോർഷൻ്റെ ഏരിയ πr1². ഇതിലെ ഫസ്റ്റ് വേവ് ഫ്രണ്ടിലെ ഫസ്റ്റ് സോണിൻ്റെ ഏരിയ πλd1. അപ്പോൾ ഈ സെൻട്രൽ സോൺ പ്ലേറ്റിൻ്റെ സെൻട്രൽ ട്രാൻസ്പെറൻറ്റ് ഏരിയയും ഇതിൻ്റെ ഫസ്റ്റ് സോണും എക്സാക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലാണ് P1ൻ്റെ പൊസിഷൻ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. രണ്ടിൻ്റെ ഏരിയ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് D1 = r1² r1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സോൺ പ്ലേറ്റിൻ്റെ ഫസ്റ്റ് സോൺ ട്രാൻസ്പെറൻറ്റ് സോണിൻ്റെ റേഡിയസാണ്. എങ്കിൽ P1ലെ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ഈ വേവ് ഫ്രണ്ടിലെ ഫസ്റ്റ് സോണിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് P1-ലെത്തും. സെക്കൻഡ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡിനെ ഈ സോൺ പ്ലേറ്റ് കട്ട് ഓഫ് ചെയ്യും, കാരണം അത് ഡാർക്ക് ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന A1 ആംപ്ലിറ്റ്യൂഡ് A1 ഫസ്റ്റ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് A1 P1-ലെത്തും. സെക്കൻഡ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് A2 P1-ലെത്തില്ല. അതിനെ ഇത് ബ്ലോക്ക് ചെയ്യും, കാരണം ഇത് ഇവിടെ ഒപ്പേക്കായി ഭാഗം. തേർഡ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് A3 P1-ലെത്തും, കാരണം തേർഡ് സോൺ ഇവിടെ ട്രാൻസ്പെറൻറ്റാണ്. A4നെ ഇത് കട്ട് ഓഫ് ചെയ്യും. A5 ഇവിടെ എത്തും, ആൻഡ് സോ ഓൺ. അപ്പോൾ ഓഡ് നമ്പേർഡ് സോൺസിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് എല്ലാം P1-ലെത്തും. എങ്കിൽ P1-ലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A = ജനറലായിട്ടാണെങ്കിൽ A1 - A2 + A3 - A4 എന്നൊക്കെ ആണല്ലോ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈവൻ ഇൻഡെക്സ് ഉള്ളതൊന്നും ഇവിടെ എത്തില്ല. അപ്പോൾ ഇവിടെ P1-ലെത്തുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A = A1 + A3 + A5 + A7 എക്സെട്ര. അത് മാക്സിമമാണ്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി P1-ന് കിട്ടും. അപ്പോൾ P1-ന് പറയുന്ന പേര് പ്രൈമറി ഫോക്കൽ ലെങ്ത് എന്ന, ഫോക്കൽ പോയിൻ്റ് എന്ന. D1 എന്ന് പറയുന്ന ഈ ദൂരത്തിനെ പ്രൈമറി ഫോക്കൽ ലെങ്ത് എന്നും വിളിക്കും. അപ്പോൾ P1 എന്ന് പറയുന്ന ഒരു പ്രത്യേക പോയിൻ്റ് ഈ സോൺ പ്ലേറ്റിൻ്റെ ആക്സിസിലുണ്ട്. അവിടെ ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് സോൺ തിയറിയുടെ മിടുക്കാണത്, സാമർഥ്യമാണ്. ഇനി അടുത്ത പോസിബിലിറ്റി, ഈ സോൺ പ്ലേറ്റിലെ സെൻട്രൽ ഏരിയയിൽ ഈ P1-ൻ്റെ ഉള്ളിലൊരു മറ്റൊരു പോയിൻ്റ് എടുക്കുക, സേ P3. അപ്പോൾ D കുറയും. D1-നേക്കാൾ കുറഞ്ഞ ദൂരത്തിലുള്ള ഒരു P1-നും സോൺ പ്ലേറ്റിനും ഇടയ്ക്കുള്ള മറ്റൊരു പോയിൻ്റ്. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഈ വേവ് ഫ്രണ്ടിനെ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യത്തെ 3 സോൺ 1, 2, 3 3 സോൺസ് ഇതിൻ്റെ സെൻട്രൽ ട്രാൻസ്പെറൻറ്റ് ഏരിയയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ഇക്വേഷൻ എന്തോ എഴുതാം? πr1² സോൺ പ്ലേറ്റിൻ്റെ ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ഏരിയ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടുത്തെ 3 സോണ് ഈ ഏരിയയിൽ വന്നിരിക്കുക. അപ്പോൾ ഏരിയ പറയുമ്പോൾ 3 × πλd3. πλd3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോണിൻ്റെ ഏരിയ അങ്ങനെയുണ്ട്. 3 സോണിൻ്റെ ഏരിയ 3 × πλd3. ഫ്രം വിച്ച് D3 = r1² / 3λ, that is D1/3. ഇപ്പോൾ പ്രൈമറി ഫോക്കൽ ലെങ്തിൻ്റെ 1/3 ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു പോയിൻ്റ് നമുക്കുണ്ട്. അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് അവിടെ ഫസ്റ്റ് സോണിൽ കൂടെ, സോൺ പ്ലേറ്റിൻ്റെ ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ഏരിയയിൽ കൂടെ 3 സോണിലെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ A1 - A2 + A3. അത് കഴിഞ്ഞ് A4, A5, A6 അത് കട്ട് ഓഫ് ആകും. അത് ഇതിൻ്റെ ഒപ്പേക്ക് റീജിയനുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന അടുത്ത ട്രാൻസ്പെറൻറ്റ് ഏരിയയിലോട്ട് കയറി വരുന്നത് A7 - A8 + A9 + എക്സെട്ര. ഇതുപോലെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇനിയും ഇത് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. A = A1 എന്നുള്ള A1/2 + A1/2 - A2 + A3/2 + A3/2 + A7/2 + A7/2 - A8 + A9/2 + A9/2 + എക്സെട്ര. ഇതിൽ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് 0 ആകുന്നത് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. A2 = A1 + A3/2. അപ്പോൾ ഇത്
A2 മൈനസ് A2 0 എന്ന് വരും. ഇത് 0 A2 ഈസ് ദി ആവറേജ് ഓഫ് A7 ആൻഡ് A9 ആൻഡ് സോ ഓൺ. ചുരുക്കത്തിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് P3യിലെ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ A ഈക്വൽസ് A1/2 പ്ലസ് A3/2 A1/2 പ്ലസ് A3/2 പ്ലസ് A7/2 plus A9/2 and so on, or A equals half into A1 plus A3 plus A7 plus etc. ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് D3, അതിനെ സെക്കൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അവിടുത്തെ ഇൻറ്റൻസിറ്റി പ്രൈമറി ഫോക്കൽ പോയിന്റിലെ ഇൻറ്റൻസിറ്റിയൊക്കെ വളരെ കുറവാണ്. പ്രൈമറി ഫോക്കൽ ലെങ്തിൽ A1 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് A7 പ്ലസ് എക്സെട്ര ആയിരുന്നു. ഇവിടെ A1 പ്ലസ് A3 പ്ലസ് A7 പ്ലസ് എക്സെട്ര ബൈ 2 വരുന്നത്. അപ്പോൾ ഈ D1നെ പ്രൈമറി ഫോക്കൽ ലെങ്ത് എന്ന് പറയും, D3ക്ക് സെക്കൻഡറി എന്ന് പറയും. പക്ഷേ തേർഡ് ഓർഡർ ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ 3 സോൺസ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇതുപോലെ മറ്റ് ഫോക്കൽ പോയിന്റ് കുറെ കൂടെ സോൺ പ്ലേറ്റിന് കുറെ കൂടെ അടുത്ത മറ്റൊരു പോയിന്റ് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം. D5 അറ്റ് എ ഡിസ്റ്റൻസ് D5, അത് 5th ഓർഡർ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അപ്പം ചുരുക്കത്തിൽ ഇവിടെ കിട്ടിയത് ഈ സോൺ പ്ലേറ്റ് ഒരു ലെൻസിനെ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോൺ പ്ലേറ്റ് ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റിൻ്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ മറുവശത്ത് ലൈറ്റ് സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആൻഡ് ആക്സിസിലുണ്ടാവും. അതിനുള്ളിൽ അത് പ്രൈമറി ഫോക്കസ് അല്ലെ പ്രൈമറി ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുക. ആ പോയിൻറ്റിനും സോൺ പ്ലേറ്റിനും ഇടയ്ക്ക് മറ്റനേകം പോയിൻറ്റുകൾ വരും മാക്സിമങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഇത് കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യുന്നു വിത്ത് മൾട്ടിപ്പിൾ ഫോക്കസ്. പക്ഷേ ഒരു പ്രൈമറി ഫോക്കസിലാണ് ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ. മറ്റു ഫോക്കസുകൾ ഇൻറ്റൻസിറ്റി ഗ്രാജുവലായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സോൺ പ്ലേറ്റിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബേസിക് ആസ്പെക്റ്റ്. ബാക്കി നമ്മൾ ഇനി അടുത്ത പോസ്റ്റിംഗ് ചർച്ച ചെയ്യാം. താങ്ക് യു.